അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ അങ്ങനെ പോയപ്പോൾ ഫസ്റ്റ് എല്ലാവരും സൈഡാക്കാൻ നോക്കി, കുറെ സൈഡാക്കാൻ നോക്കിയപ്പോ ഞാൻ കാണുമ്പോ എല്ലാം വലിയ വലിയ ചേട്ടന്മാരൊക്കെയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വീക്ക് എല്ലാവരോടും ഇങ്ങനെ ചേട്ടന്മാരെന്ന് വിളി തുടങ്ങി. പിന്നെ കൊണ്ടപ്പോ ആരും സ്പീഡ് കൊടുക്കണില്ല. അപ്പൊ ഞാൻ ഡാഷ് ഷാനവാസ് അക്ബർ വന്നപ്പോ എല്ലാവരും ലൈനിൽ വന്നു. സത്യം പറയാം, ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്നിട്ട് ഞാൻ 85 ദിവസം അവിടെ പിടിച്ചിരുന്നു. ഏത് ടാസ്ക് ആയാലും, എന്റർടൈൻമെന്റ് ഫീൽഡിൽ മായാമോഹിനി ആയാലും, ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗമായാലും, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും, എല്ലാ ടാസ്കിലും ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോ ഔട്ടായത്. ലാസ്റ്റ് 3 വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത്. എന്തിനാ പുറത്തായെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടായിരുന്നു. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ പരമാവധി എഫേർട്ട് ഞാൻ അവിടെ എന്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒന്നുമില്ല പറയാൻ, അത്രയൊക്കെ ഡെസ്പാണ് ഞാനിപ്പോ. പ്രതീക്ഷയിലേട്ടാ, ഞാൻ എന്റെ തുണികളൊന്നും കൊടുത്തിട്ടില്ല. തിരിച്ച് എനിക്കറിയാതെ ഞാൻ പോവില്ല. പക്ഷെ എന്താ സംഭവിച്ചത്, എങ്ങനെ വോട്ട്സ് മാറി, ഏത് വോട്ട്സ് മാറി? ഇപ്പൊ ഈ ടാസ്കും മായമോഹിനി ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല. പിന്നെ ആർക്ക് ജയിക്കാൻ പറ്റും? ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണോ, കുറച്ച് സദാചാരം കളിക്കണോ, അല്ലെങ്കിൽ എന്താ ചെയ്യണം? എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല. അത്ര എഫേർട്ട് ഞാൻ തന്നിട്ടുണ്ട് അവിടെ. അല്ല, ആരും വിന്നറാവുമെന്ന് വിചാരിച്ചവരായിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. പ്രേക്ഷകരുടെ ഇടയിൽ അങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഉണ്ടല്ലോ. പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സഡൻലി വോട്ട്സ് ഡ്രോപ്പ് ആയി, ഞാൻ തോറ്റു. എനിക്കൊരു ക്ലൂ ഇല്ല. ഡബിൾ മീനിങ് ആണോ പ്രശ്നം? ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല. ഡബിൾ മീനിങ് മറ്റേ ചിന്തിച്ചാലും ഡബിൾ മീനിങ് ആവുമല്ലോ. ഞാൻ പറയുന്ന ഒരു വാക്കിന് മറ്റേ ചിന്തിച്ചാലും ഡബിൾ മീനിങ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാർ നെഗടിപ്പിച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് തന്നെ പുറത്താക്കാൻ വേണ്ടി സ്ട്രാറ്റജി ആയിരുന്നത്. ചെയ്യാൻ പറ്റില്ല. ഗെയിം അൺഫെയറോ ഫെയറോ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഗെയിം അത്ര ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ സാബുമാനെ പോലത്തെ ആൾക്കാർ നിൽക്കട്ടെ. എനിക്ക് ഒന്നും പറയാനില്ല. എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിൽക്കട്ടെ, ഒരു കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സഹോദരൻ നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മൾ നല്ല ബോണ്ടാണ്. ബാക്കി എനിക്ക് ആരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ അത്ര ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും. അത്ര പരമാവധി അക്ബറിനും സ്നേഹിച്ചിട്ടുണ്ട്, അവിടെ കിടക്കുന്ന അപ്പാണി ശരത്തും സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ കൂടെ നിന്നിട്ടുണ്ട് ഈ കാര്യത്തില്. അപ്പൊ ആരും സംബന്ധിച്ച് ഈ ജിസേലിനായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. അത്